ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. കണ്ടോ നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശ കണ്ടല്ലോ, നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മളെ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മൊരിഞ്ഞുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും പറ്റും. നമ്മളത് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല, അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു 6 ദോശയ്ക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇല്ല അതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കാണും, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ചേർക്കുമ്പോൾ ഞാൻ മറന്നു പോയതാണ്, ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് പൊടി അളന്ന് ചേർത്താൽ മതി. അതിലേക്ക് ഞാനിത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തു. മൊത്തം 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ 1 ഗ്ലാസ് പൊടിക്കും, 1 ഗ്ലാസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും പൊടിയല്ലേ നമ്മൾ എടുത്ത്, അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആ 1.5 ഗ്ലാസ് വെള്ളത്തിലും ഏറി പോവണ്ട, നിങ്ങൾ പൊടിയും ഒക്കെ എടുക്കുമ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. നീർദോശ പോലെ വെള്ളം കൂടി പോവരുത്. അതുപോലെ തന്നെ നമ്മുടെ ദോശ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഉഴുന്നൊക്കെ ആട്ടി വെക്കുന്നത്, അത്ര കണ്ട് കട്ടിയും അല്ലാത്ത രീതിയിലാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ചൂട് കൂടുതലുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോവുക ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാവിൻ്റെ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം വല്ലാണ്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വിടണ്ട, കാരണം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രാക്ക് വീഴും. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി, എണ്ണ തടവുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നെയ്യാണ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ നെയ്യൊക്കെ തടവി കൊടുക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ഞാൻ നല്ലോണം മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് നല്ല ഇഷ്ടമാണ് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ആദ്യത്തെ ഞാൻ നല്ലോണം മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി നെയ്യ് ഉണ്ടെന്ന് തോന്നുള്ളൂ, അത് കുറച്ചുള്ളൂ, അത് സംഭവം എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ അത് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഹൈ ഫ്ലെയിമിലും അതുപോലെ നമ്മുടെ ഈ ഒരു പാന് നന്നായിട്ട് ചൂടും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പം അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതാ ഇത്തിരി നെയ്യ് ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പം നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ കയ്യിലുണ്ടെങ്കിൽ നല്ലെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ ചോറോ അതുപോലെ തന്നെ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല, വെറും അരിപ്പൊടി വെച്ചിട്ടാണ്. പിന്നെ മിക്സിയിൽ അടിക്കണം കേട്ടോ, നമ്മൾ വെറുതെ കലക്കിയിട്ട് ചെയ്യരുത്, അപ്പോൾ ഇത്രയും നീട്ടായിട്ട് കിട്ടൂല കേട്ടോ. മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് മതി കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ എത്രത്തോളം ഇത് ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പഞ്ചസാര നമുക്ക് ഈ ഒരു ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഇത് കിട്ടും. അപ്പോൾ പഞ്ചസാരയുടെ ഒരു മധുരം മുന്നിൽ നിൽക്കൊന്നുമില്ല. അതൊരു മധുരമുള്ള ദോശയായിട്ടൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ ഒത്തിരി പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ദോശ നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര സഹായിക്കും. അതുപോലെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലിത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ മെൽറ്റായ രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ വിരൽ വെച്ചിട്ട് ഇത്തിരി പഞ്ചസാര നുള്ളി എടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നെയ്യിൽ ചെയ്യുമ്പോഴാണ് ആ പഞ്ചസാര തൂവി കൊടുക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ അതും എടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുക. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ക്രിസ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ഞാൻ നല്ലോണം ക്രിസ്പാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതിച്ചാൽ അങ്ങനെ നമുക്ക് ആ ഒരു പാകമായി വരുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അടിഭാഗം നമുക്ക് കരിഞ്ഞതുപോലെയാണ് കിട്ടുക. നമുക്ക് ഈ ഒരു മൊരിഞ്ഞിട്ടുള്ള ആ ഒരു പരുവത്തിൽ കിട്ടൂല. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ചു കൊടുത്തതായിട്ടുണ്ട്. അപ്പോൾ ഇതും മാറ്റാണ്. വല്ലാണ്ട് മൊരിപ്പിക്കാണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഇതതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നിങ്ങൾ എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് വെന്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുത്താൽ മതി, മൊരിപ്പിച്ചെടുക്കുന്നില്ലെങ്കിൽ. അപ്പം ഞാനിത് മുഴുവനും ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. നമുക്ക് 6 ദോശയാണ് കേട്ടോ ഈ ഒരു മാവിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് ദോശ അതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കി കുറച്ച് സമയം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ദോശ ക്രിസ്പായിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതാ 6 ദോശയാണ് ഞാൻ എടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് മാവ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ലാസ്റ്റ് നമ്മുടെ ദോശ പാനിൽ ഉണ്ടായിരുന്ന ഒരു ദോശയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ കണ്ട നല്ലോണം നമുക്ക് മൊരിഞ്ഞിട്ടുള്ള ദോശയാണ്. കുറച്ച് സമയം വരെ നമുക്ക് ഇത് വീണ്ടും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. പെട്ടെന്നൊന്നും ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ട് കിട്ടൂല. അപ്പം നിങ്ങൾക്കിത് കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആവണം എന്നാണെങ്കിൽ ഒരു കാസറോളിലോ ഒരു മൂടിയുള്ള പാത്രത്തിലൊക്കെ ഇട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലോണം ഒന്ന് തളർന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെയും അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട് കേട്ടോ. ഇതുപോലെ പലതരത്തിലുള്ള ദോശയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ അരിപ്പൊടി വെച്ചിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയായിരുന്നു. നമ്മളിതിൽ ചോറും ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. വെറൈറ്റി ദോശകൾ അന്വേഷിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.